കുഞ്ചാക്കോ ബോബന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? കുഞ്ചാക്കോ ബോബൻ ഒരു ഡൂപ്പിനെ കൊണ്ട് മൂപ്പർക്ക് ഒഴിവില്ലാത്ത സമയത്തൊക്കെ ആ ഡൂപ്പിനെ വിട്ട് മൂപ്പര് അഭിനയിക്കാൻ കൊടുത്തു. ഇപ്പോൾ എന്തുണ്ടായി? സുനിൽ രാജ് എടപ്പാൾ മിമിക്രിക്കാരനാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നമ്മുടെ ഈ കുഞ്ചാക്കോ ബോബൻ്റെ ചെറിയൊരു കട്ടുണ്ട്, അത് വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മുടെ കുഞ്ചാക്കോ ബോബന് ഭയങ്കര ബിസിയുള്ള സമയത്തൊക്കെ കുഞ്ചാക്കോ ബോബൻ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് മൂപ്പര് പോയിട്ട് മൂപ്പരെ ഭാഗങ്ങളൊക്കെ അഭിനയിക്കും. ആർക്കും പിടുത്തം കിട്ടില്ല. എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ പടത്തിൽ ഒരുപാട് സീനിൽ ഇദ്ദേഹത്തെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ സുനിൽ രാജിനോട് നാട്ടുകാരൊക്കെ ചോദിച്ചു, നീ കുഞ്ചാക്കോ ബോബൻ്റെ ഡൂപ്പായി അഭിനയിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നീ എന്തിനാണ് ഇങ്ങനെ ഈ പണിക്ക് നടക്കണത് എന്ന് ചോദിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ മൂപ്പർക്ക് ഒരുപാട് വിഷമമായി. മൂപ്പര് ഫേസ്ബുക്കിലൂടെ മൂപ്പര് ഒരു പ്രഖ്യാപനം നടത്തി, കുഞ്ചാക്കോ ബോബൻ ഇന്നവരെ അഭിനയിച്ചുള്ള പല പടങ്ങളിലും അവൻ്റെ ഡൂപ്പായി അഭിനയിച്ചു പോകണ ഞാൻ താ കേസ് കൊടുക്കുന്ന പറഞ്ഞ സംഭവത്തിൽ കുഞ്ചാക്കോ ബോബൻ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളിലൊക്കെ അഭിനയിച്ചത് ഇവനാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുത്തത്. അതുപോലെ തന്നെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്നതിന് 2ാം ഭാഗം എടുക്കുന്നുണ്ട്. അതിലും കുഞ്ചാക്കോ ബോബൻ ആകെ 7 ദിവസമാണ് ഡേറ്റ് കൊടുത്തത്. പക്ഷേ 7 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ എൻ്റെ ഡൂപ്പിനെ വെച്ച് ചെയ്തോളൂ. ഏയ്ക്കുള്ള കാലത്തൊക്കെ ഡൂപ്പിനെ വയ്ക്കേണ്ട കാര്യമുണ്ടോ കുഞ്ചാക്കോ? അങ്ങനെ കുഞ്ചാക്കോൻ്റെ പകരത്തിന് മൂപ്പരാണ് 7 ദിവസം ഡേറ്റ് തികയാണ്ടായപ്പോൾ ബാക്കിയുള്ള ഡേറ്റിൽ മൂപ്പരാണ് വന്ന് അഭിനയിച്ചത്, നമ്മുടെ സുനിൽ രാജ്. അപ്പോൾ ഇപ്പോൾ എന്തുണ്ടായി? കുഞ്ചാക്കോ ബോബൻ ആകെ നാണം കെട്ട് നാറി എന്നല്ലേ പറയണ്ടോ? എന്തിന് നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങളിലൊക്കെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് ആർക്കാ? സുനിൽ രാജിനാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് വലിയ ഇതൊക്കെ പറഞ്ഞു, ഞങ്ങൾ സജഷൻ മാത്രം എടുത്തുള്ളൂ, അല്ലാണ്ട് അഭിനയം ഞങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും നാട്ടുകാർ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങൾ സജഷൻ എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻ എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു ആൾ നിന്നാൽ മതി. അതിനിപ്പോൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ ഡൂപ്പ് തന്നെ നിൽക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു വൈറലാവില്ലല്ലോ. കുഞ്ചാക്കോ ബോബൻ്റെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്നുള്ളതിൽ അവാർഡ് കമ്മിറ്റി വരെ പരാമർശിച്ചുള്ളൊരു പടമാണത്. അതിലിപ്പോൾ പകുതി അഭിനയിച്ചു നോക്കുന്നത് ഈ നടനാന്ന് പറയുമ്പോൾ, ഈ മിമിക്രിക്കാരനാന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ എന്താണ് അതിൻ്റെ റോള് നമ്മൾ ചോദിക്കുന്നത്. ഇനിയെങ്കിലും സംവിധായകർ ഇങ്ങനെയുള്ള ഡൂപ്പുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അവരിന്നല്ലെങ്കിൽ നാളെ അത് സത്യങ്ങൾ വിളിച്ച് പറയും. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കിയാലും നിങ്ങൾക്ക് നല്ല AI കൊണ്ടുവന്നിട്ട്, നിങ്ങൾക്ക് AI എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ടൂള് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അസലായിട്ട് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്ത് അസലായി AI നന്നായി അഭിനയിക്കും. അങ്ങനെയുള്ളതെല്ലാം നല്ലത്. ഇങ്ങനെയുള്ള പുല്ലാപ്പ് കേൾക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.